ഓക്കെ, നമുക്ക് 23ാമത്തെ ക്വസ്റ്റ്യൻ കിടക്കാം. അവിടെ ഈ 23ാമത്തെ ക്വസ്റ്റ്യൻ ആക്ച്വലി കോംപ്ലക്സ് നമ്മുടെ ചാപ്റ്റർ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ എന്താണ് z ഈക്വൽ ആരാ 1 പ്ലസ് i ഇൻറ്റു 1 പ്ലസ് 2i ഇൻറ്റു 1 പ്ലസ് 3i ഇൻറ്റു എക്സെട്ര 1 പ്ലസ് ni ആണ് അല്ലെ. മോഡ് z സ്ക്വയർ എന്താന്ന് പറയുന്നത് 4 4 2 2 0 അല്ലെ. then we have to find the value of n അല്ലെ. മോഡ് z സ്ക്വയർ ഇതല്ലേ. ഇവിടെ എന്താ മോഡ് z സ്ക്വയർ? ഇതിന്റെ മോഡുലസിന്റെ സ്ക്വയർ അല്ലേ അല്ലെ. അവിടെ വാട്ട് ഈസ് മോഡുലസ്? അപ്പൊ അങ്ങനെ ഇതിന് ഞാൻ ഈ മോഡുലസിന് ഇത് ഇവിടെ കൊടുക്കാലോ. മോഡുലസ് ഓഫ് 1 പ്ലസ് ഐന്റെ സ്ക്വയർ ഇൻറ്റു മോഡുലസ് ഓഫ്, അവിടെ നമുക്കറിയാം മോഡുലസ് ഓഫ് z1 ഇൻറ്റു z2 ഇൻറ്റു z3 എന്താ മോഡുലസ് ഓഫ് z1 ഇൻറ്റു മോഡുലസ് ഓഫ് z2 ഇൻറ്റു മോഡുലസ് ഓഫ് z3 അങ്ങനെ എഴുതാലോ അല്ലെ. അപ്പൊ എന്താ ഇത് മോഡുലസ് ഓഫ് 1 പ്ലസ് ഐ സ്ക്വയർ ഇൻറ്റു മോഡുലസ് ഓഫ് 1 പ്ലസ് 2i ഹോൾ സ്ക്വയർ ഇൻറ്റു മോഡുലസ് ഓഫ് 1 പ്ലസ് 3i ഹോൾ സ്ക്വയർ ഇൻറ്റു മോഡുലസ് ഓഫ് 1 പ്ലസ് 4i ഹോൾ സ്ക്വയർ ഇൻറ്റു എക്സെട്ര അല്ലേ. ഇതാണ് ഇതിന്റെ വാല്യൂ എന്താണ് 4 4 2 0 0 അല്ലെ. എന്താ മോഡുലസ് ഓഫ് 1 പ്ലസ് ഐ ഹോൾ സ്ക്വയർ? എടാ മോഡുലസ് ഓഫ് a പ്ലസ് ഐ ബി എന്താ റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ അല്ലേ. അതിന്റെ സ്ക്വയർ ആകുമ്പോൾ a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ അല്ലേ. അപ്പൊ എന്താ 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. ഇതോ 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ 1 പ്ലസ് 4. ഇതോ 1 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ 1 പ്ലസ് 9. ഇതോ 1 പ്ലസ് 4 സ്ക്വയർ 16. അപ്പൊ അടുത്തെന്താ 1 പ്ലസ് 5 സ്ക്വയർ 25. അങ്ങനെയല്ലേ പോവാ. ഇതെന്താ 44200 അല്ലെ. അപ്പൊ എന്താ വരാറ് എന്താ 1 പ്ലസ് 1 2 1 പ്ലസ് 4 5 1 പ്ലസ് 9 10 1 പ്ലസ് 16 17 1 പ്ലസ് 25 26 എക്സെട്ര അല്ലേ. ഇതിന് വാല്യൂ എന്താ 44200. കട്ട് ചെയ്യേണ്ട ആൾക്കാർ കട്ട് ചെയ്യുക. എടാ ഈ 10 അല്ലേ, ഈ 0 പോയി. ഇത് 10 അല്ലേ 25 10 അല്ലേ, അതും പോയി അല്ലെ. 17ഉം 442 കട്ട് ചെയ്യാൻ വരിക. എടാ ഈ 17 ഇൻറ്റു 26 അല്ലേ 442. 17 ഇൻറ്റു 26 1442 അല്ലെ. അതിൻ്റെ അർത്ഥം ഇപ്പുറത്തേക്ക് ടേംസ് ഒന്നും ഉണ്ടാവില്ല. ഈ ടേംസ് ഒന്നും ഉണ്ടാവില്ല. കാരണം എന്താ 17 ഇൻറ്റു 26 442 അല്ലെ. അവിടെ അത്ര ആയ മതി. എനിക്ക് 442 0 കിട്ടണം അല്ലെ. അത് കിട്ടണമെങ്കിൽ എവിടെ വരെ പോയത് ഇതിന് എക്സെട്ര ഉണ്ടാവില്ല അല്ലെ. ഇത്രയും ആൾക്കാരുടെ പ്രൊഡക്റ്റ് എന്താണ് 44 200 അല്ലെ. അപ്പൊ 1 പ്ലസ് 25 വരെ പോയാൽ മതി. ആ 1 പ്ലസ് 25 വരെ പോയാലേ ഇത് മൊത്തം മൾട്ടിപ്പിൾ നമുക്ക് എന്ത് കിട്ടും 44 200 കിട്ടും അല്ലെ. അപ്പൊ 44 200 കിട്ടണമെങ്കിൽ എവിടെ വരെ പോയാൽ മതി 1 പ്ലസ് 25 അതായത് 26 അല്ലെ. 17 ഇൻറ്റു 26 442. അപ്പൊ അത്ര പോയാൽ അപ്പൊ അടുത്ത ടേം എഴുതണ്ട അല്ലെ. അപ്പൊ ഇവിടെ ഈ 1 പ്ലസ് n എന്ന് പറഞ്ഞാലേ എവിടെ വരെ പോയാൽ മതി ഈ 25 സ്ക്വയർ 25 അല്ലേ. അപ്പൊ ഇത് 5 ആകുമ്പോഴല്ലേ ഇത് 5 ആകുമ്പോഴല്ലേ 5 സ്ക്വയർ ആവാ. അപ്പൊ n എവിടെ പോയാൽ മതി 5 വരെ പോയാൽ മതി. അപ്പൊ ശരി പറഞ്ഞാലേ 1 പ്ലസ് ഐ 1 പ്ലസ് 2i 1 പ്ലസ് 3i 1 പ്ലസ് 4i 1 പ്ലസ് 5i വരെ പോയാൽ മതി അല്ലെ. ആ 1 പ്ലസ് 5i പോയാൽ തന്നെ അതിന്റെ മോഡുലസിന്റെ സ്ക്വയർ എന്താവും 44 200 ആവും അല്ലെ. അവിടെ മോഡുലസിന്റെ സ്ക്വയർ 44 200 ആയി മതി. ആ 44 200 എപ്പോഴാവുക n 5 ആവും വരാം. ആ n 6 ആയ പിന്നെ വലുതാവും. n 6 ആവണ്ട n 5 ആയി മതി. n 5 ആയി 44 200 എത്തും. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയെന്ന് വെച്ചാൽ n 5 ആണ്ടോ.